സുഹൃത്തുക്കളെ നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ 2016 21 നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ നമ്മളൊന്ന് കമ്പയർ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. കാരണം 2016 ഭരണമാറ്റമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും എന്നാൽ ഭരണമാറ്റമുണ്ടാകുമ്പോൾ ആ ഒരു മാറിയ ശേഷം വരുന്ന പുതിയ ഗവൺമെൻറ് അത് LDFനാൽ നയിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് ആകരുത്. അതായത് ഭരണമാറ്റത്തെ അവരാഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ LDF അല്ല അവരുടെ ചോയ്സ് എന്ന് തീരുമാനിച്ച 2 മണ്ഡലങ്ങൾ 2016 ഉണ്ടായിരുന്നു. അതിലൊന്ന് പൂഞ്ഞാറും മറ്റൊന്ന് നേമവുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2016 49 നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾ LDFനെ തങ്ങളുടെ ചോയ്സായി തിരഞ്ഞെടുത്തിട്ടില്ല. എന്നാൽ 2021 വരുമ്പോൾ നമ്മൾ കാണുന്നത് PJ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് മാത്രം, അനൂപ് ജേക്കബിൻ്റെ കേരള കോൺഗ്രസും ഒക്കെ മാത്രം UDFൽ തുടരുന്നതും ഒരു വിഭാഗം കേരള കോൺഗ്രസ് മാണി വിഭാഗമെന്നോ അല്ലെങ്കിൽ ജോസ് കെ മാണി വിഭാഗമെന്നോ പറയാവുന്നൊരു വിഭാഗം വിട്ടുപോവുകയും ചെയ്തു. കോൺഗ്രസിൽ UDFൽ നിന്ന് വിട്ടുപോയി. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് 3 സീറ്റുകൾ 2016 അപേക്ഷിച്ച് 2021 കുറയുകയുണ്ടായി. അതുപോലെ മറ്റൊരു കാര്യം, ഈ കേരള കോൺഗ്രസ്സുകൾ ഒരുമിച്ച് നിന്നിരുന്നപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് 6 സീറ്റുകളിലാണ് അവർ 2016 കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ അവർ വിജയിച്ചത്. പക്ഷേ 2021 LDFനൊപ്പം നിന്ന് ജോസ് കെ മാണി വിഭാഗത്തിന് 5 സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഒരു സീറ്റ്, അതുപോലെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു സീറ്റ്, അങ്ങനെ കോട്ടയം ജില്ലയിൽ നിന്ന് ഏതാനും സീറ്റുകൾ, അങ്ങനെ അവർക്ക് 5 സീറ്റുകളിൽ ജോസ് കെ മാണി വിഭാഗത്തിന് 2021 വിജയിക്കാൻ സാധിച്ചു. പക്ഷേ അപ്പോഴും UDFനൊപ്പം നിന്ന PJ ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് 10 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും അവർക്ക് 2 സീറ്റുകളിലെ അന്ന് വിജയിക്കാൻ സാധിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ 2021 പൊതുവിൽ മുന്നണിക്കകത്തെ സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും മൊത്തത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോഴും UDFന് പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ UDFൻ്റെ നേതൃത്വത്തിലൊരു മുന്നണി അധികാരത്തിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ശക്തിപ്പെടണമെന്നുള്ളതാണ്. കോൺഗ്രസ്സിന് ഇപ്പം നിലവിൽ 22 MLAമാരാണ് നിയമസഭയിൽ അവരുടെ പ്രതിനിധികളായുള്ളത്. അത് 2011 അധികാരത്തിൽ വരുമ്പോഴും അത് 38 MLAമാരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 38 MLAമാരെ വിജയിച്ച പിന്നീട് നമ്മുടെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ശെൽവരാജ് വന്നപ്പോൾ 39, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ, 38 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കോൺഗ്രസ് അതിൻ്റെ ഒരു നില മെച്ചപ്പെടുത്താതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചില ജില്ലകളിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം വളരെ ദുർബലമാണ്, വീക്കാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ പ്രതിപക്ഷ നേതാവ് പ്രതിനിധാനം ചെയ്തിരുന്ന ചെങ്ങന്നൂർ ഉൾപ്പെടെ ഉണ്ടായിട്ടും ആലപ്പുഴ ജില്ല, അതുപോലെ കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് വളരെ ദുർബലമായിരുന്നു. ഇപ്പോൾ 2 MLAമാരുണ്ട്. അതേസമയം 2016 വളരെ ദുർബലമായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ മുമ്പ് വിജയിച്ചിരുന്നത് വടക്കാഞ്ചേരിയാണെങ്കിൽ ഇപ്പോൾ ചാലക്കുടിയിൽ അവർ വിജയിച്ചു. അപ്പോൾ ഒരു സീറ്റിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ ഒരു സീറ്റ് പ്രതിപക്ഷ നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന ഹരിപ്പാട് സീറ്റ് മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധിക്കുക. അപ്പോൾ
ഇങ്ങനെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല, ആലപ്പുഴ ജില്ലയിൽ ആ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല, പത്തനംതിട്ട ജില്ലയിൽ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ്. അടൂർ പ്രകാശ് അവിടെ MLA ആയിരുന്നു പത്തനംതിട്ട ജില്ലയിൽ നിന്ന്. പിന്നെ അദ്ദേഹം MP ആയതിനു ശേഷം അവിടുത്തെ സാഹചര്യം അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന സീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ തൃത്താല ഉൾപ്പെടെ പട്ടാമ്പി ഉൾപ്പെടെയുള്ള മുമ്പ് വിജയിച്ചിരുന്ന അസംബ്ലി സെഗ്മെൻറ്റ്സിൽ പിന്നീട് കോൺഗ്രസ് ദുർബലമാകുകയോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 50 സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ മിക്കവാറും നാളെയോ മറ്റന്നാളെയോ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ 50 സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളിലും കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരൊറ്റ പേരേ ഉള്ളൂ എന്നുള്ളതാണ്. അതൊരു നല്ല സൂചനയാണ്. കാരണം ആ ഒരൊറ്റ പേരിലേക്ക് കോൺഗ്രസ്സിന് എത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു നല്ല സൂചനയാണ്. ഈ 50 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാനിരിക്കുന്ന 50 മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ 20 പേർ കെ ബാബുവും അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടവും ഒഴിച്ച് ബാക്കി ഈ നിലവിലുള്ള 20 കോൺഗ്രസ് MLA-മാരും മിക്കവാറും അവരുടെ സീറ്റുകളിൽ തന്നെ തുടർന്ന് മത്സരിക്കുന്നു. പിന്നെയുള്ളൊരു കാര്യം, നമ്മുടെ സംവരണ മണ്ഡലങ്ങളായി കേരളത്തിൽ ഏതാനും മണ്ഡലങ്ങളുണ്ട്. ഏറെക്കുറെ എല്ലാ ജില്ലയിലും സംവരണ മണ്ഡലങ്ങളുണ്ട്. ഈ സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലും അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ സംവരണ മണ്ഡലങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്ന് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലം. അത് SC വിഭാഗം പ്രതിനിധാനം ചെയ്യുന്നതാണ്. ആറ്റിങ്ങൽ ചിറയൻകീഴ് SC വിഭാഗം പ്രതിനിധാനം ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി ഇത് ST വിഭാഗത്തിന്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിന് വയനാട് ജില്ലയിൽ നിന്ന് സംവരണം ചെയ്തിട്ടുള്ള മണ്ഡലങ്ങളാണ്. വണ്ടൂർ SC വിഭാഗത്തിന് സംവരണം ചെയ്ത മലപ്പുറം ജില്ലയിലെ മണ്ഡലം. കോങ്ങാട്, തരൂർ പാലക്കാട് ജില്ലയിൽ നിന്ന് SC വിഭാഗത്തിന് സംവരണം ചെയ്ത മണ്ഡലങ്ങൾ. ചേലക്കരയും നാട്ടികയും SC വിഭാഗത്തിന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് സംവരണം ചെയ്ത മണ്ഡലങ്ങൾ. ദേവികുളം SC വിഭാഗത്തിന് സംവരണം ചെയ്ത ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മണ്ഡലം. വൈക്കം കോട്ടയം ജില്ലയിൽ നിന്ന് SC വിഭാഗത്തിന് സംവരണം ചെയ്ത മണ്ഡലം. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഉള്ള സംവരണ മണ്ഡലമാണ്, SC വിഭാഗത്തിന് സംവരണം ചെയ്ത മണ്ഡലമാണ് മാവേലിക്കര. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് അടൂർ മണ്ഡലം. ഇങ്ങനെയുള്ള മണ്ഡലങ്ങളാണ് ഇപ്പോൾ സംവരണ മണ്ഡലങ്ങളായിട്ടുള്ളത്. ഇതിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ അവർ ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗം ഒന്നും കൂടി സജീവം. അതേസമയം തന്നെ LDF-നകത്തും ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു സീറ്റിൻ്റെ കാര്യത്തിലാണ് തർക്കം. അതുപോലെ CPI-യുടെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് സൂചനകൾ വരുന്നുണ്ട്. അതുപോലെ ഇത്തവണ മിക്കവാറും നമ്മുടെ തോമസ് ഐസക് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനിടയുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചേക്കുമെന്ന് കേൾക്കുന്നു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ നിലവിലുള്ള മന്ത്രിമാരോടും മത്സരിക്കാൻ ആവശ്യപ്പെട്ടതായിട്ടാണ് സൂചന. ഇനി നിലവിലുള്ള ഈ 20 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കോൺഗ്രസ് മത്സരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളിൽ, നേതാക്കളിൽ മുൻ MP-മാരുണ്ട്. അതിൽ TN പ്രതാപൻ, K മുരളീധരൻ പോലെയുള്ള മുൻ MP-മാരുണ്ട്. അതുപോലെ കോൺഗ്രസ് തിരഞ്ഞെടുത്തിരിക്കുന്ന നേതാക്കളിൽ N ശക്തൻ, ഐഷ പോറ്റി, VT ബൽറാം, TN പ്രതാപൻ തുടങ്ങി മുൻ MLA-മാരെയും അതുപോലെ ഷാനിമോൾ ഉസ്മാൻ പോലെയുള്ള മുൻ MLA-മാരെയും കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുപോലെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ വരാനിരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെയാണ് എങ്കിൽ അതിൽ നമ്മൾ കാണുന്ന ചില പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതിലൊന്ന്, കാരണം ഈ
വളരെ സൈലൻ്റായിട്ട് നമുക്ക് പ്രതികരണം മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഭാഗമാണ് സ്ത്രീ വോട്ടർമാർ. സർവേകളിലൊന്നും അവരുടെ അഭിപ്രായം പ്രതിഫലിച്ചോളണമെന്നില്ല. അപ്പോൾ ഇത്തവണ കോൺഗ്രസ് രംഗത്തിറക്കുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ നിരവധി വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അരൂരിൽ നിന്ന് മുമ്പ് നിയമസഭയിലെത്തിയ ഷാനിമോൾ ഉസ്മാൻ, കൊല്ലത്തു നിന്ന് ബിന്ദു കൃഷ്ണ, അതുപോലെ കൊട്ടാരക്കരയിൽ നിന്ന് അവിടുത്തെ മുൻ MLA, പാർട്ടി വേറെ ആയിരുന്നെങ്കിലും മുൻ MLA ആയ ഐഷ പൂറ്റി, അതുപോലെ അടൂരിൽ നിന്ന് രമ്യ ഹരിദാസ്, ചെങ്ങന്നൂരിൽ നിന്ന് അവിടെ മറ്റൊരു പേര് കൂടിയുണ്ട്, ഒറ്റ പേരല്ല, പക്ഷെ ചെങ്ങന്നൂരിൽ നിന്ന് മിക്കവാറും ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ മത്സരിച്ചേക്കുമെന്ന് കേൾക്കുന്നു. അരൂരിൽ നിന്ന് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ, അടൂരിൽ നിന്ന് രമ്യ, പിന്നെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ നിന്ന് അവിടെ ഈ നമ്മുടെ മന്ത്രിയുടെ ജനപ്രീതി കൊണ്ട്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കൊണ്ടാണ് ആ മണ്ഡലത്തിൽ LDF ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നത്. അവിടെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ അമൃത രാമകൃഷ്ണൻ സാധിച്ചേക്കുമെന്നാണ് കരുതുന്നത്. കോങ്ങാട് നിന്ന് KS തുളസി മത്സരിച്ചേക്കും എന്ന് കേൾക്കുന്നു. അതുപോലെ ഏലത്തൂർ മണ്ഡലത്തിൽ നിന്നും വിദ്യാ ബാലകൃഷ്ണൻ മത്സരിച്ചേക്കുമെന്ന് കേൾക്കുന്നു. അപ്പോൾ നോക്കൂ, ഈ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഈ 50 മണ്ഡലങ്ങളിൽ ഉഷ തോമസ് തൃക്കാക്കരയിൽ നിന്ന് മത്സരിക്കുകയാണ് എങ്കിൽ അവരുൾപ്പെടെ ഏകദേശം 6-7 വനിതാ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൻ്റെ മാത്രം സ്ഥാനാർത്ഥികളായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്നുള്ളത് വലിയ നല്ല ഒരു സൂചനയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് പരിഗണിക്കുന്നത് വലിയ ത്രികോണ മത്സരം നടക്കാനിടയുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും K മുരളീധരൻ, പാലക്കാട് ജില്ലയിലെ പാലക്കാട് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ആയതുകൊണ്ട് ചേർത്ത് പറയാം. നമ്മൾ നേരത്തെ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ സിനിമാ നടൻ നമ്മുടെ രമേശ് പിഷാരടി മത്സരിച്ചേക്കുമെന്നാണ് കേൾക്കുന്നത്. തൃത്താലയിൽ നിന്ന് അവിടുത്തെ മുൻ MLA VT ബൽറാം, എനിക്ക് തോന്നുന്നു തൃത്താലയിൽ VT ബൽറാം വിജയിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ ഈ ബൽറാം ഒരിക്കൽ AKGയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് മോശമായ ഒരു പരാമർശം നടത്തി. അത് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണക്കാതെ അത്തരം ആളുകളിലൊക്കെ അല്ലെങ്കിൽ അപ്പൊളിറ്റിക്കലായ ആളുകൾ, രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ, ഇത്തരം ആളുകളുടെ ജനപിന്തുണ അല്ലെങ്കിൽ അവർ ബൽറാമിനൊരു ചോയ്സായി കാണാതെ ഇരിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ കാര്യങ്ങൾ മാറി എന്നാണ് തോന്നുന്നത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് മുമ്പ് കാട്ടാക്കട മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു ചെറിയ കാലം സ്പീക്കറൊക്കെ ആയിരുന്ന N ശക്തൻ മത്സരിക്കാൻ വരുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ചില സാമുദായിക വിഭാഗങ്ങളുടെ പിന്തുണ തനിക്ക് അനുകൂലമായി ഉറപ്പുവരുത്തുന്നതിൽ N ശക്തൻ വിജയിച്ചേക്കുമെന്നാണ്. അതുകൊണ്ട് മാത്രം വിജയിക്കണമെന്നില്ല, പക്ഷെ അതൊരു ഘടകമാണല്ലോ. പിന്നെ പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരത്തു നിന്നും ഇത്തവണ ഏറെക്കുറെ വിജയം ഉറപ്പിച്ച രീതിയിൽ ജ്യോതികുമാർ ചാമക്കാല മത്സരിക്കാനെത്തുന്നു എന്നാണ് അറിയുന്നത്. ആറന്മുളയിൽ നിന്ന് അബിൻ വർക്കി മത്സരിച്ചേക്കും. നമ്മൾ വനിതാ സ്ഥാനാർത്ഥികളായി വരാനിടയുള്ള പേര് സൂചിപ്പിച്ചു. തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂർ അസംബ്ലി സെഗ്മെൻറ്റിൽ നിന്ന് OJ ജനീഷ് യുവ നേതാവാണ്. അദ്ദേഹം മത്സരിച്ചേക്കും. അവിടെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചേക്കും. എനിക്ക് തോന്നുന്നു കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിനെ തിരിച്ചറിയുന്ന അത്തരം വിഭാഗങ്ങളൊക്കെ ഇത്തവണ OJ ജനീഷിൻ്റെ കൂടെ നിൽക്കും. മറ്റ് സെക്യുലർ മൈൻഡഡായ ആളുകളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ OJ ജനീഷിനൊരു വിജയ സാധ്യത അവിടെ കാണുന്നു. അതുപോലെ ഈ പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ മണ്ഡലത്തെ കുറേ കാലം അവിടെ K അച്യുതൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് പ്രതിനിധാനം ചെയ്തിരുന്നു. അവിടെ ഇത്തവണ അവിടെ മുമ്പ് മത്സരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ സുമേഷ് അച്യുതൻ മത്സരിക്കും എന്നാണ് കരുതുന്നത്. അതുപോലെ കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് DCC പ്രസിഡൻറ്റ് മത്സരിക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊയിലാണ്ടിയിൽ മാത്രമല്ല, ഈ പ്രദീപ് കുമാർ എന്ന മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്,
അപ്പോൾ അദ്ദേഹം ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മൊത്തത്തിൽ യു ഡി എഫിൻ്റെ മെച്ചപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രകടനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. കൊയിലാണ്ടി ഈ അസംബ്ലി സെഗ്മെൻറ്റിൽ മത്സരിക്കാനിരിക്കുന്ന കോഴിക്കോട് ജില്ലാ പ്രദേശ് കമ്മിറ്റി പ്രസിഡൻറ്റ് നാദാപുരത്ത് നിന്ന് KSUവിൻ്റെ മുൻ നേതാവൊക്കെയായ അഭിജിത്ത് മത്സരിച്ചേക്കും എന്ന് കേൾക്കുന്നു. അങ്ങനെ ഈ നമ്മൾ സൂചിപ്പിച്ച ഈ 20 സിറ്റിംഗ് അസംബ്ലി സെഗ്മെൻറ്റ്സിന് പുറമെ കോൺഗ്രസ് ഏറെക്കുറെ ഒറ്റ സ്ഥാനാർത്ഥിയിലേക്ക്, ഇപ്പോൾ ചെങ്ങന്നൂരിലൊഴിച്ച് ബാക്കി അസംബ്ലി സെഗ്മെൻറ്റ്സിലൊക്കെ ഒരൊറ്റ കാൻഡിഡേറ്റിലേക്ക് അതിൻ്റെ സമവാക്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ള മണ്ഡലങ്ങളാണ് നമ്മൾ വായിച്ചത്. അതുപോലെ തന്നെ സംവരണ മണ്ഡലങ്ങൾ, മൊത്തത്തിലുള്ള സംവരണ മണ്ഡലങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അതിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സംവരണ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ എത്താൻ അവരെ സജീവമായി രംഗത്തിറങ്ങാനിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ആഴ്ചയിൽ തന്നെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും. ഏപ്രിൽ മാസം 3-ാമത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നാണ് സൂചനകൾ. അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതോടുകൂടി കാര്യങ്ങൾ വളരെ സജീവമാണ്. ഇനി ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി സൂചിപ്പിച്ച് നിർത്താം. അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇത്തവണ തൊടുപുഴയിൽ നിന്ന് PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫിനെ മത്സരിപ്പിക്കാനിടയുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഇടുക്കി അസംബ്ലി സെഗ്മെൻറ്റിൽ PJ ജോസഫ് തന്നെ മത്സരിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോഷി അഗസ്റ്റിൻ മന്ത്രി മത്സരിക്കുന്ന ഇടുക്കിയിൽ PJ ജോസഫും റോഷി അഗസ്റ്റിനും മത്സരത്തിനിറങ്ങുകയാണെങ്കിൽ അതൊരു കടുത്ത മത്സരമായിരിക്കും ഇടുക്കിയിലുണ്ടാവുക. അതല്ല എങ്കിൽ ഇടുക്കി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് എങ്കിൽ അവിടെ ഇടുക്കിയിലെ ഈ UDFിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ കട്ടപ്പന നഗരസഭയുടെ ചെയർമാനുമൊക്കെയായ ജോയ് വട്ടിക്കുഴി എന്ന് പറയുന്ന ഒരു നേതാവ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഇടുക്കി അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ PJ ജോസഫ് അവിടെ മത്സരിക്കുകയും അപ്പു ജോൺ ജോസഫ് തൊടുപുഴയിൽ നിന്ന് മത്സരിക്കാനും ഇടയുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടി പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. കൂടുതൽ വിശകലനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.